ഹലോ, നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിംഗ് എന്താണെന്ന് നോക്കാം. കറൻറ്റ് ഫീലിംഗ് ഓഫ് യുവർ പേഴ്സൺ എന്താണെന്ന് നോക്കാം. കറൻറ്റ് ഫീലിംഗ് ഓഫ് യുവർ പേഴ്സൺ നോക്കാം. കറൻറ്റ് ഫീലിംഗ് ഓഫ് യുവർ പേഴ്സൺ. പോസിറ്റീവായിട്ടിരിക്കണേ. നിങ്ങളുടെ പേഴ്സൻ്റെ പേര് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക, അവരുടെ മുഖം മനസ്സിൽ ഓർത്തുകൊണ്ടിരിക്കുക. വളരെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. നോക്കാം എന്താണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള കറൻറ്റ് ഫീലിംഗ്. ഫസ്റ്റ് കാർഡ് ഏസ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ നിങ്ങളോട് ഒരു പുതിയ ഒരു സ്നേഹം അവർക്ക് തോന്നുന്നു എന്നാണ്. അതായത് ഒരു ഇമോഷണലായിട്ട് പുതിയ ഒരു എമർജൻസി, ഒരു പുതിയ ഇമോഷണൽ ഔട്ട് ബ്രേക്ക് ഇതുവരെ ഇല്ലാത്ത, നിങ്ങൾ തമ്മിൽ കലഹങ്ങളായിരുന്നു, വഴക്കായിരുന്നുവെങ്കിൽ അവിടെ ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നു എന്നാണ്. ഫിസിക്കൽ ഇൻറ്റിമസി ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ സ്പിരിച്വൽ ഇമോഷണൽ ഇൻറ്റിമസി ഉണ്ടാകണമെന്നും ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. പുതിയൊരു തുടക്കം, ഏറ്റവും പുതിയതായിട്ട് ഒരു തുടക്കം ഉണ്ടാവണം, ഒരു റീയൂണിയൻ വേണം എന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതാണ് ഫസ്റ്റ് കാർഡ് വന്നിട്ട്. സെക്കൻഡ് കാർഡ് 8 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇതൊരു പക്ഷേ നിങ്ങളുടെ പേഴ്സണ് ഒരുപാട് സമ്മർദ്ദങ്ങളെ അതിജീവിച്ചിട്ടായിരിക്കും ഒരു പക്ഷേ അയാൾ തിരിച്ച് വീണ്ടും ഈ ഏസ് ഓഫ് കപ്പിലേക്ക് വരുന്നത്. ഇവിടെ 8 കപ്പുണ്ട്, ഇവിടെ ഒറ്റ കപ്പേ ഉള്ളൂ. അപ്പോൾ ഇത് ഒരുപാട് മുന്നോട്ട് പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങളുടേത്. അപ്പോൾ പോകും തോറും കോൺഫ്ലിക്റ്റുകൾ കൂടി വന്നിട്ട് ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആയിട്ട് പോയിട്ടുള്ള ഒരാളാണ് നിങ്ങളുടെ പേഴ്സൺ എങ്കിൽ അയാൾക്ക് ഇപ്പോൾ ഈ കപ്പ് ഓഫ് ലവ് എല്ലാം റിജക്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോയിട്ടുള്ള ഒരാളായിരുന്നിരിക്കാം. അപ്പോൾ ആ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്കുള്ള നിലനിൽപ്പ് സാധ്യമല്ല. ഈ പോകുന്നത് വളരെ സെക്ലൂഡഡ് ആയിട്ടുള്ള ഒരിടത്തേക്ക് ആണ് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു പോകാൻ ശ്രമിച്ചിട്ടുള്ളതെങ്കിലും അയാൾക്കത് നിലനിൽപ്പ് സാധ്യമല്ല എന്ന് മനസ്സിലായതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഒരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യണമെന്ന് അയാൾ വിചാരിക്കുന്നത്. അയാൾ ചിലപ്പോൾ കുറച്ച് സ്പിരിച്വലായിട്ടൊക്കെ മുന്നോട്ട് പോയിട്ടുള്ള ഒരാളായിരിക്കാനൊക്കെ സാധ്യതയുണ്ട്. അയാൾ മുന്നോട്ട് കുറേ പോയിട്ടുണ്ടാകാം, ഒറ്റയ്ക്ക് പോകാൻ ശ്രമിച്ചിട്ടുണ്ടാകാം, നിങ്ങളിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആകാൻ ശ്രമിച്ചിട്ടുണ്ടാകാം. പക്ഷേ അയാൾക്കത് സാധിച്ചതായിട്ട് കാണുന്നില്ല. ഇവിടെ കിങ് ഓഫ് സ്വോർഡ്സിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. അപ്പോൾ ആള് ശരിക്കും പറഞ്ഞാൽ നിങ്ങളോട് ഉള്ളിൽ ഒരുപാട് സ്നേഹം ഉണ്ടെങ്കിലും എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഒരാളായിരിക്കാം. നിങ്ങൾ സ്നേഹിക്കും, നിങ്ങൾക്കറിയാം ഉള്ളിൽ സ്നേഹമാണെന്ന്, പക്ഷേ അതെല്ലാം ഒരു ഈഗോയുടെ രൂപത്തിലോ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ രൂപത്തിലോ ഒക്കെ ആയിരിക്കും നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് വേണ്ടുന്ന പരിഗണന തരുന്നില്ല, മറ്റുള്ളവർക്ക് കൊടുക്കുന്ന പോലുള്ളൊരു പരിഗണന നിങ്ങൾക്ക് തരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളോട് വേണ്ടുന്ന ബഹുമാനം തരുന്നില്ല, നിങ്ങൾ അർഹിക്കുന്ന പരിഗണന തരുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് എപ്പോഴും തോന്നിക്കൊണ്ടിരുന്ന ഒരു ബന്ധമായിരുന്നിരിക്കാം നിങ്ങളുടേത്. അതായത് പ്രകടിപ്പിക്കാത്തൊരു സ്നേഹം ഉള്ളിലുള്ള ഒരാളായിരിക്കും നിങ്ങളുടെ പേഴ്സൺ. ഭയങ്കര ഈഗോയിസ്റ്റ് ആയിരിക്കും, വർക്ക് ഓറിയൻറ്റഡ് ആയിരിക്കും, വർക്ക് ഹോളിക് ആയിട്ടുള്ള ഒരാളായിരിക്കും. അതുപോലെ കട്ടൻ ഡ്രൈവാണ്, ഹെഡ് ഓവർ ഹാർട്ടാണ്. നമുക്ക് ചിലപ്പോൾ തോന്നും ഇയാൾക്ക് എന്താ ഒരു ഇമോഷൻസ് ഇല്ലേ, ഇയാൾ എന്താണ് ഇങ്ങനെ, ഒരു ഇമോഷനും ഇല്ലേ, ഒരു രീതിയിലുള്ള ഈ തലയ്ക്ക് മുകളിലൂടെയാണ് കാര്യങ്ങളെല്ലാം പോകുന്നത്. അതായത് എല്ലാത്തിനെയും ഒരു ബുദ്ധി കൊണ്ട് മാത്രം അളക്കും, ഇമോഷൻസ് വെച്ചൊരു പ്രാധാന്യം കൊടുക്കത്തില്ല. എത്ര കരഞ്ഞാലും ഒന്നും ഒരു ഇമോഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരാളെ പോലെയാണ് തോന്നുന്നത്. നമുക്ക് ഈ ആളെ റീഡ് ചെയ്യാൻ പറ്റില്ല, ഇയാളുടെ സ്വഭാവം എന്താണ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവത്തേയില്ല. പിന്നെ ആള് നല്ല മണി ഓറിയൻറ്റഡ് ആണ്. അതായത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴായാലും എപ്പോഴായാലും ഭയങ്കര മണി ഓറിയൻറ്റഡ് ആണ്. മറ്റു കാര്യങ്ങളിൽ സ്വന്തം വീട്, സ്വന്തം സമ്പാദ്യം, സ്വന്തം ജീവിതം, സ്വന്തം എൻ്റെ എനിക്ക് എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരാളായിരിക്കും നിങ്ങളുടെ പേഴ്സൺ. മണി ഓറിയൻറ്റഡ് ആയിരിക്കും, കരിയർ ഓറിയൻറ്റഡ് ആയിരിക്കും. അതുപോലെ അയാളുടെ സ്വത്ത് സമ്പാദ്യങ്ങളെ വികസിപ്പിക്കുന്ന രീതിയിൽ എപ്പോഴും ചിന്തിക്കുന്ന ഒരാളായിരിക്കാനാണ് സാധ്യത. അതായത് ഒരു റിലേഷൻഷിപ്പിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആളല്ല. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും മറ്റെല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്കൊരു പരിഗണന കിട്ടുന്നതെന്ന്. കാരണം ആ ഒരു കപ്പ് ഓഫ് ലവിലല്ല അയാൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അയാൾക്ക് പലവിധമായ കാര്യങ്ങളാണ്. അയാളുടെ ബന്ധങ്ങൾ, അയാളുടെ വീട്, അയാളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, അയാളുടെ കരിയർ, അയാളുടെ സ്വത്വം, അങ്ങനെയാണ് അയാൾക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഭയങ്കര സെൽഫ് ലവ് ചെയ്യുന്ന ഒരാളാണത്. ശരിക്കും ഈഗോയിസ്റ്റ് ആയിട്ടുള്ള ഒരാൾ. ഇപ്പോൾ നിങ്ങളോട് ഭയങ്കര കൺട്രോൾ ചെയ്തിട്ടായിരിക്കും നിൽക്കുന്നത്. നിങ്ങളെ മൈൻഡ് ചെയ്യുന്നുണ്ടാവത്തില്ല. തീർച്ചയായിട്ടും നിങ്ങളോട്
അകൽച്ച പാലിച്ച് തന്നെ ഒരു കൺട്രോൾ ചെയ്തിട്ടാണ് അയാളിപ്പോൾ നിൽക്കുന്നത്. അയാളുടെ കറണ്ട് എനർജിയിൽ അത് തന്നെയാണ്. അയാളിപ്പോൾ വർക്ക് ഓറിയൻറ്റഡോ അല്ലെങ്കിൽ അയാളുടെ കാര്യങ്ങളിൽ വ്യാപൃതനോ ആണ്. നിങ്ങളോട് ഭയങ്കര കൺട്രോൾഡായിട്ടായിരിക്കും നിൽക്കുന്നത്. ഒരു വഴക്കാളി മോഡാണ്, ഭയങ്കര ഈഗോയിസ്റ്റ് ആണ്, ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്. പക്ഷേ അയാൾ നിങ്ങളിലേക്ക് വരണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഒരു പുതിയ സ്നേഹമൊക്കെ അയാൾക്ക് തോന്നുന്നുണ്ട്. നെക്സ്റ്റ് കാർഡ് ഡെവിൾ ആണ്. അപ്പോൾ ഡെവിൾ കാർഡ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഒന്നുകിൽ അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാകാം, അല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഒരു എന്താണ് അഡിക്ഷൻ, അയാൾക്ക് നിങ്ങളോടൊരു അഡിക്ഷൻ ഉണ്ടാവാം. എന്താണ് ഡെവിൾ കാർഡിന് ക്ലാരിറ്റി നോക്കാം. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനോ അല്ലെങ്കിൽ ഒരു അഡിക്ഷനോ ഒക്കെ അയാൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്താണ് ഡെവിൾ കാർഡിന് ക്ലാരിറ്റി? എന്താണ് ഡെവിൾ കാർഡിന് ക്ലാരിറ്റി? 9 ഓഫ് വാണ്ട്സും ഹെർമിറ്റുമാണ്. അപ്പോൾ ഇവിടെ റിലേഷൻഷിപ്പ് സ്റ്റക്കാണ്. ഓഫ് കോഴ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റക്കാണ്. അവിടെ വീണ്ടും ഒരു 3 ഓഫ് കപ്പിൻ്റെ ക്ലാരിറ്റി ഉണ്ട്, ടെമ്പറൻസിൻ്റെ ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് അവിടെ ഒരു സ്റ്റക്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവിടെ ഒരു ഡബിൾ കാർഡ് എന്ന് ചോദിച്ചാൽ അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് വെച്ചാൽ അയാളുടെ പേടിയാണ്. അയാൾക്ക് ശരിക്കും പേടിയുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരാനോ, അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ചുറ്റും പ്രതിബന്ധങ്ങളുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ചുറ്റും ആളുകളുണ്ട്, അവിടെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇയാൾക്ക് ഈ ബന്ധത്തിലേക്ക് തിരിച്ചു വരാൻ ഭയമുള്ളതുപോലെയാണ് തീർച്ചയായിട്ടും തോന്നുന്നത്. ഈ വാണ്ടുകൾ വെച്ചിരിക്കുന്നതിന് അർത്ഥം എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ ചുറ്റുമുള്ള പ്രശ്നങ്ങളിൽ നിന്ന് അയാൾ സെക്ലൂഡഡ് ആയിട്ട് നിൽക്കുന്നു എന്നാണ്. തീർച്ചയായിട്ടും ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒന്നല്ല, ഒന്നിലധികം തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടെന്നാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്റ്റക്കായിട്ട്, നിങ്ങളുടെ പേഴ്സൺ ഇവിടെ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്. അതാണ് ഇവിടുത്തെ ഡബിൾ എനർജി കാണിക്കുന്നത്. ഓക്കെ, ഓക്കെ. നെക്സ്റ്റ് കാർഡ് വന്നിട്ട് ജസ്റ്റിസിൻ്റെ കാർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് നീതി കിട്ടിയില്ല, നിങ്ങളോട് നീതി ചെയ്തില്ല എന്നൊരു തോന്നൽ അയാൾക്കുണ്ട്. അയാൾക്ക് തീർച്ചയായിട്ടും നിങ്ങളോട് വല്ലാത്തൊരു അഭിനിവേശം ഇപ്പോൾ തോന്നുന്നുണ്ട്. കാരണം നിങ്ങൾ അയാളോട് ചെയ്തതിൻ്റെ, നിങ്ങൾ അയാൾക്ക് കൊടുത്ത സ്നേഹമായാലും പരിഗണനയായാലും ഒന്നും അതിനോടൊരു നീതി കാണിക്കാൻ ഇയാൾക്ക് പറ്റിയില്ല എന്നൊരു തോന്നൽ ഇയാൾക്കിപ്പോൾ ഉള്ളതായിട്ടാണ് കാണുന്നത്. നീതി ചെയ്യണം എന്നയാൾ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു കാർമിക് റിലേഷൻഷിപ്പാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു നീതി നിർവഹണം തീർച്ചയായിട്ടും അവിടെ നടപ്പിലാകേണ്ടതുണ്ട്. നെക്സ്റ്റ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ അയാൾ നിങ്ങളെ വളരെ മൂല്യമുള്ള ഒരാളായിട്ടാണ് കാണുന്നത്. നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അയാളുടെ സാഹചര്യങ്ങൾ വളരെ മോശമായിരിക്കും. സാഹചര്യങ്ങൾ വളരെ മോശമായതുകൊണ്ട് തന്നെ അവിടെ അയാളെ നിങ്ങളിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് വെച്ചേക്കുന്നതായിരിക്കാനും സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ നിമിഷം നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള കറണ്ട് ഫീലിംഗ് എന്ന് പറയുന്നത് അയാൾ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അയാളിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾക്ക് തന്നിട്ടുള്ള വാക്കുകൾ പാലിക്കണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അയാൾ എത്രത്തോളം അബണ്ടൻ്റ് ആയിരുന്നു എന്ന് അയാൾ വിചാരിക്കുന്നുണ്ട്. അബണ്ടൻസ് ഇൻ ദ സെൻസ് അത് പണം എന്നത് കൊണ്ട് മാത്രമല്ല, പണവും ഉണ്ട്, അതിൻ്റെ കൂടെ സന്തോഷമായാലും അയാൾക്ക് ഒരു പ്രസൻസ് ഓഫ് മൈൻഡും ഒരു പ്രസൻസ് ഓഫ് സെക്യൂരിറ്റി അത് അയാൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു സെക്യൂരിറ്റി ഫീലിംഗ് അയാൾക്ക് എപ്പോഴും ഉണ്ടായിരുന്നു നിങ്ങൾ കൂടെ ഉള്ളപ്പോൾ. പക്ഷേ ഇപ്പോൾ അയാൾ ഒറ്റപ്പെട്ടതായിട്ടും ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഒക്കെ അയാൾക്ക് തോന്നുന്നുണ്ട്. നിങ്ങളെ വളരെ മൂല്യമുള്ള ഒരാളായിട്ട് അയാൾക്ക് മനസ്സിലാവുന്നു, മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. നെക്സ്റ്റ് ഇത് തന്നെയാണ് പറഞ്ഞത് 4 ഓഫ് കപ്സ്. അയാൾക്കിപ്പോൾ ശരിക്കും നിരാശയുണ്ട്, കടുത്ത നിരാശയുണ്ട്. നിങ്ങളുടെ ബന്ധം ഇല്ലായ്മയായി പോയതിൽ അയാൾക്ക് സങ്കടമുണ്ട്, നിരാശയുണ്ട്. ഒരു കപ്പ് ഓഫ് ലവ് വീണ്ടും നിങ്ങളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണിലേക്ക് യൂണിവേഴ്സായിട്ട് വെച്ച് നീട്ടിയാൽ പോലും അത് സ്വീകരിക്കാൻ പറ്റാത്ത വിധം അയാൾ നിരാശനായിട്ടിരിക്കുന്നു എന്നാണ് കാണുന്നത്. അയാൾ വളരെ കടുത്ത മെൻ്റൽ കോൺഫ്ലിക്റ്റിലാണ് ഈ നിമിഷം ഉള്ളത്. ഇവിടെ ഹീറോഫിനിൻ്റെ കാർഡുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ കല്യാണം കഴിക്കാൻ പറ്റാത്ത വിധം വ്യത്യാസങ്ങളുള്ള ആളുകളായിരിക്കാൻ സാധ്യതയുണ്ട്. ഹീറോഫിനിൻ്റെ കാർഡുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് ജാതിയോ മതമൊക്കെ വ്യത്യാസമൊക്കെ ഉള്ള ആളുകളായിരിക്കാം. നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണമെന്ന് അയാൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അയാൾക്കതിന് സാധിക്കുന്നില്ല എന്നാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് ഹീറോഫിൻ്റെ എന്നൊന്ന് നോക്കട്ടെ. ഹീറോഫിൻ്റെ എന്താണ് ക്ലാരിറ്റി? എന്തുകൊണ്ടാണ് ഹീറോഫിൻ്റെ വന്നിരിക്കുന്നത്? ചിലപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ജാതി മത വ്യത്യാസമുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം, പ്രായ വ്യത്യാസമായിരിക്കാം, സോഷ്യൽ സ്റ്റേറ്റസ് വ്യത്യാസമായിരിക്കാം. സ്റ്റാർ കാർഡും വേൾഡ് കാർഡുമാണ്. സ്റ്റാറും വേൾഡുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അയാൾക്ക് വളരെ പ്രതീക്ഷയാണെങ്കിൽ പോലും ആ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത വിധം അവിടെ ആളുകളുടെ സാന്നിധ്യമുണ്ട്. അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞ് ചിരിക്കാൻ സാധ്യതയുള്ളൊരു ബന്ധമായിട്ടാണ് കാണുന്നത്. അപ്പോൾ
മേ ബി സോഷ്യൽ സ്റ്റേറ്റസ് ആകാം, കാണുമ്പോഴുള്ള വ്യത്യാസം, ഫിസിക്കലായിട്ടുള്ള വ്യത്യാസങ്ങളായിരിക്കാം. അപ്പോൾ അങ്ങനെ എന്തായാലും ഒരു വ്യത്യാസം അയാളെ ഭയപ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ആ വ്യത്യാസം അത് ചിലപ്പം എക്സ്ട്രാ മാരിറ്റലായിരിക്കാം, പ്രായ വ്യത്യാസം, ജാതിമത വ്യത്യാസം, അങ്ങനെയുള്ള എന്തോ ഒരു കോൺഫ്ലിക്റ്റ് അയാളുടെ മനസ്സിൽ കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് അയാൾ പേടിക്കുന്നുണ്ട്. സമൂഹം എന്ത് പറയും എന്നുള്ളൊരു ഒരു പേര് നഷ്ടപ്പെടുക എന്ന ഒരു കാര്യത്തെയും അയാൾ ഭയപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ്. ബോട്ടം ഓഫ് ദി ഡെക്കിൽ കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ആളിപ്പോൾ ഇമോഷണലി സ്റ്റേബിൾ ആണ്, നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, പുതിയ തുടക്കം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ മൂല്യം മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ആൾക്ക് ഒന്നും ഒരു തീരുമാനം എടുക്കാൻ സാധിക്കാത്തൊരവസ്ഥയാണ് നിലവിലുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, സ്നേഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പുതിയ തുടക്കം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ഇതൊക്കെയുണ്ട്. പക്ഷേ ആൾക്ക് ഇവിടെ കൂടുതലായിട്ടും തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ കൂടുതലായിട്ടാണ്. ഒന്ന്, ആ വ്യക്തി ഭയങ്കരമായിട്ട് ഈഗോയിസ്റ്റും സെൽഫ് സെൻറ്റേർഡുമാണ്, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരാളാണ്. ഒന്നത്. രണ്ട്, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട്. ഇവിടെ ഡബിൾ കാർഡ് ഉണ്ട്. ഇവിടെ ഇതിന് ക്ലാരിറ്റി എടുത്തപ്പോഴും 9 ഓഫ് വാണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചുറ്റും നിങ്ങൾക്കെതിരെ പറയുന്ന ഒരുപാട് ആളുകളുള്ളതായിട്ട് കാണുന്നുണ്ട്. ഇത് സമൂഹത്തെ ഭയപ്പെടുന്ന റിലേഷൻഷിപ്പ് ആണെന്ന് കാണുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഈ ആൾക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റാതെ നിൽക്കുന്ന സാഹചര്യമായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് ക്ലൂസ് നോക്കാം. എന്തൊക്കെയാണ് ക്ലൂസ്? ക്ലോസ് ഫെബ്രുവരി എന്ന് കിട്ടിയിട്ടുണ്ട്, കോഴിക്കോട് എന്ന് കിട്ടിയിട്ടുണ്ട്, കോഴിക്കോട് 42 വയസ്സെന്ന് കിട്ടിയിട്ടുണ്ട്, M എന്ന അക്ഷരം കിട്ടിയിട്ടുണ്ട്, ആലപ്പുഴ എന്ന് കിട്ടിയിട്ടുണ്ട്, 41 എന്ന് കിട്ടിയിട്ടുണ്ട്, 1995 എന്ന് കിട്ടിയിട്ടുണ്ട്, 27 എന്ന് കിട്ടിയിട്ടുണ്ട്, 9th 9-ാം തീയതി എന്നാണ് കേട്ടോ, 9-ാം തീയതി എന്ന് കിട്ടിയിട്ടുണ്ട്. അടുത്തത് 45 വയസ്സായിരിക്കാം, 45. ജൂലൈ മന്ത് കിട്ടിയിട്ടുണ്ട്, 17th, അപ്പോൾ 17-ാം തീയതി എന്നാണ്. മെയ് എന്നൊരു മാസം കിട്ടിയിട്ടുണ്ട്, V എന്നൊരു അക്ഷരം കിട്ടിയിട്ടുണ്ട്, 18th എന്നൊരു ഡേറ്റ് കിട്ടിയിട്ടുണ്ട്, 40 years ആയിരിക്കാം. ദെൻ P എന്ന അക്ഷരം കിട്ടിയിട്ടുണ്ട്, P. പിന്നെ 15th എന്നൊരു ഡേറ്റും കിട്ടിയിട്ടുണ്ട്. കുറച്ചുകൂടെ സ്പെല്ലിങ്സ് പറയാം. PCS DJHT ഇത്രയും ലെറ്റേഴ്സ് വന്നിട്ടുണ്ട്. അക്കങ്ങളും കൂടെ പറയാം. 14, 1, 8, വീണ്ടും 14 വന്നിട്ടുണ്ട്, 7 വന്നിട്ടുണ്ട്, 4 വന്നിട്ടുണ്ട്, 15 വന്നിട്ടുണ്ട്, 15, 11 വന്നിട്ടുണ്ട്, വീണ്ടും 1 വന്നിട്ടുണ്ട്, 4 വന്നിട്ടുണ്ട്, അടുത്തത് 5 വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇത് ആർക്കൊക്കെ റെസനേറ്റ് ആവുമെന്നറിയില്ല. അപ്പോൾ റെസനേറ്റ് ആവുന്നവരെടുക്കുക, അല്ലാത്തവരെ വിട്ടുകളയുക. ജനറൽ റീഡിംഗ് ആണ്, പേഴ്സണൽ റീഡിംഗ് അല്ല. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക. ടൈംലെസ് ആണ്, എപ്പോൾ കാണുന്നു അപ്പോൾ മാത്രം നിങ്ങളിലേക്ക് വരുന്നു, അപ്പോൾ മുതൽ നിങ്ങളിലേക്ക് വരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് റീഡിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റും കൂടെ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.